നമസ്കാരം. എൻ്റെ പേര് പ്രമോദ് പാപ്പനശ്ശേരി. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വേൾഡ് സ്കിൽ കൗൺസിൽ കരിയർ ഡെവലപ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ടാണ്. 25 വർഷത്തിലധികമായി ഞാൻ പാരമ്പര്യ കളരി മർമ്മ ചികിത്സ ചെയ്യുകയാണ്. അതിൽ നാട്ടുവൈദ്യമാണ് ചെയ്യുന്നത്. നാട്ടുവൈദ്യത്തിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു അത്യുത്തമമായ കളരി മർമ്മ തൈലമാണ്. അത് ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ കടുകെണ്ണയാണ്. രണ്ടാമത് മഞ്ഞളുണ്ട്, ആര്യവേപ്പ്, നീലഗിരി, തുളസി, ഇടലംപരണ്ട, കൊടകൻ, നാഗരാതി, ജടാമയാതി, പൊട്ടൻചുക്കാതി, മുള്ള്, ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിന്നത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്തേക്ക് ചങ്ങലംപരണ്ടയാണ് ചേർക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെന്നിനായകമാണ് ചേർക്കുന്നത്. അടുത്തത് മഞ്ഞളാണ്. അടുത്ത കൊടകനാണ്. അടുത്തത് ഒരു മരുന്നാണ്. ഇതിനി വെന്ത ശേഷം ഇതിനകത്തേക്ക് നല്ലപോലെ ലയിച്ച ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത മരുന്ന് ഇടുക. മറ്റു മരുന്നുകളൊക്കെ ഇത് ഒരുപാട് ഏറ്റവും നല്ല സിദ്ധൌഷധമാണിത്. ഇത് ആവാൻ കുറേ സമയം പിടിക്കും. ഇത് നമ്മുടെ ചതവ്, മുട്ടുവേദന, കാലുവേദന, കൈവേദന, നടുവേദന, മറ്റുള്ള എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും, നീർക്കെട്ട്, അതുപോലെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ തൈലമാണ് ഏറ്റവും അത്യുത്തമമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പാരമ്പര്യമായിട്ട് പഠിച്ച് ചെയ്യുന്നതാണ്, പൂർവികമായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ പച്ചമരുന്നുകളൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് ലയിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ മറ്റു മരുന്നുകൾ ചേർക്കുകയാണ്. പൊടിമരുന്നുകൾ, നാഗരാതി, കൊട്ടൻചുക്കാതി, ജടാമയാതി. ഇനി ഇത് ചേർക്കുകയാണ്. ഇത് ചേർത്ത് നല്ലോണം ഇത് ആയിക്കഴിഞ്ഞാൽ തൈലം വളരെ ഉപയോഗപ്രദമായിട്ട് മാറുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അടുക്കി പിടിക്കാതെ ഇളം തീയിൽ വളരെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ തൈലം ശരിയാവുന്നതായിരിക്കും. നമ്മുടെ തൈലം ഏകദേശം പൊടികളൊക്കെ ചേർന്നു, നല്ല രീതിയിൽ വെന്തു. എല്ലാം
നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയ ശേഷം നല്ല രീതിയിൽ തണുത്ത ശേഷമാണിത് അരിച്ച് അതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുക. വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നന്ദി, നമസ്കാരം.